മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെ ഇന്ന് ഈ പ്രദേശത്തിന് സമീപത്ത് നീളത്തിൽ വിള്ളലുകൾ കണ്ടെത്തി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എങ്ങനെ ഈ വിള്ളൽ രൂപപ്പെട്ടു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. മഴയെ തുടർന്ന് എന്ന ദേശീയപാത അതോറിറ്റി വിശദീകരണം നൽകുന്നു. ഇന്നലെ ദേശീയപാത ഇടിഞ്ഞു വീണിടത്ത് ദേശീയപാത അതോറിറ്റി അധികൃതർ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണം എന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, ഇത് ആശങ്കയായി മാറുന്നുണ്ടല്ലോ ആ മേഖലയിൽ. പ്രദേശവാസികളുടെ പ്രതികരണം, അവിടെ എത്തിയ UDF കൺവീനറൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഈ ആശങ്കയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇടപെടണമെന്നുള്ള ആവശ്യം ഉയർത്തുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ വിള്ളൽ വീണ്ടും രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഉന്നതതല യോഗം കളക്ടറേറ്റിൽ ചേരുകയും മാത്രമല്ല ദേശീയപാതയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം എന്നുള്ളത് വിദഗ്ധ സമിതി നാളെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തും. അതിനുശേഷം ആ റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അശാസ്ത്രീയതയും ഇല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ശക്തമായ മഴയിലുണ്ടായ ഈ സമ്മർദ്ദമാണ് അല്ലെങ്കിൽ ആ ഒരു മർദ്ദമാണ് ഈ ഒരു മണ്ണ് നീങ്ങാൻ കാരണവും മണ്ണിടിയാൻ സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ കൂടുതലിടങ്ങളിലേക്ക് വിള്ളൽ ഉണ്ടാകുമോ എന്നുള്ള ഒരാശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരല്പം മാറി നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. കാരണം അത്രയേറെ ഭീഷണിയും അതോടൊപ്പം തന്നെ ആശങ്ക നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ മേഖലയിൽ പോലീസ് സംവിധാനം തന്നെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആളുകൾ കാഴ്ചക്കാരായി ഇവിടെ വന്ന് ഒരുപാട് സമയം നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപക്ഷെ ശക്തമായ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഈ മുകളിൽ നിന്ന് ഏത് സമയവും ഈ റോഡും എല്ലാം തന്നെ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മൃഗശാലയിൽ വന്ന പോലെ ആളുകൾ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ഈ ഭാഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സംവിധാനങ്ങളോ ആളുകളെ നിയന്ത്രിക്കാനില്ലാത്തതും വലിയ അപകടത്തിലേക്ക് ഒരു പക്ഷേ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടെ ആളുകൾ ഇങ്ങനെ കൗതുകത്തോടെ വന്ന് നോക്കി നിൽക്കുകയാണ് ഇവിടെ? അത് ആളുകൾ പോലീസ് നിയന്ത്രിച്ചിട്ടും മറ്റൊന്നും പോലീസ് വേണ്ടത്ര അവിടെ ഇല്ല. അത് മാത്രമല്ല അവിടെ അങ്ങനെ അപകടപ്പെട്ട സ്ഥലത്തേക്ക് ആളുകൾ കൂടുതലായിട്ട് പോകുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ സമയത്തും അതിങ്ങനെ ഈ വിണ്ട് കീറൽ ഇങ്ങനെ പൊട്ടൽ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലല്ല ഇപ്പോൾ. ഇന്നലെയൊക്കെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ റോഡ് പൂർണ്ണമായായി. മുകളിലാണെങ്കിൽ മണ്ണടിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവരവിടെ മുകളിൽ JCB ഉപയോഗിച്ച് ആ വിണ്ട് കീറിയ ഭാഗങ്ങൾ മാന്തി കളയുന്നുണ്ട്. അപ്പോൾ വെള്ളം ഓവറായിട്ട് ഇറങ്ങുന്നതോടുകൂടി വീണ്ടും ഇത് പൊട്ടി വീഴുമോ എന്നുള്ള ആശങ്ക വല്ലാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങൾ അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെ വലിയ അപകടം വരാൻ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ചയാവുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് ഈ UDF നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്, PK കുഞ്ഞാലിക്കുട്ടി, VT ബൽറാം അടക്കമുള്ള നേതാക്കൾ ഇവിടെ സന്ദർശിച്ചിരുന്നു. അവരും സമാനമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അശാസ്ത്രീയതയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നേതാക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത്. ഏതായാലും ശക്തമായ ഒരു പോലീസ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തേണ്ടത് ഒരു ആവശ്യകതയാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. കാരണം അത്രയേറെ ആളുകൾ ഇവിടെ വന്ന് ഈ അപകട സാധ്യതയുള്ള മേഖലയിൽ തന്നെ പോയി നിൽക്കുന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്കാണ് അടുത്ത ദിവസം കടക്കാൻ പോകുന്നത്. നാളെ വിദഗ്ധ സമിതി പരിശോധന നടത്തി അവർ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് കളക്ടർ മാധ്യമങ്ങളെ കണ്ടിരുന്നുവല്ലോ. ഈ പ്രാഥമികമായൊരു വിലയിരുത്തൽ എന്താണ്? ഈ നിർമ്മാണത്തിലെ അപാകതയാണോ? ഇത് വയൽ മണ്ണിട്ട് നികത്തിയാണല്ലോ ഈ പ്രദേശത്ത് റോഡ് നിർമ്മിച്ചത്, ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ സമീർ? അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഈ ജില്ലാ ഭരണകൂടമോ ദേശീയപാത അതോറിറ്റിയോ വ്യക്തമാക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രത്യക്ഷത്തിലും അതോടൊപ്പം തന്നെ ഇവിടെ നാട്ടുകാർ പറയുന്നതും അനുസരിച്ച് നമുക്ക് വളരെ വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പ്രദേശത്തെന്ന് പറയുന്നത് ഈ പാടശേഖരമാണ്. ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ടാണ് ദേശീയപാത 14 മീറ്ററോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ തോടെല്ലാം തന്നെ മൂടിയ നിലയിലാണ്. സ്വാഭാവികമായും അതിന് ഈ മണ്ണിൽ താഴെ ഇതുമായി ബന്ധപ്പെട്ട വെള്ളവും ഒഴുക്കും മറ്റൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ഒരു പക്ഷേ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമാണ് നാട്ടുകാർ
പറയുന്നത്. മാത്രമല്ല ഇത്തരം ഉയരത്തിലുള്ള ഈ ഒരു നിർമ്മാണത്തിന് വേണ്ട വിധത്തിലുള്ള ഫൗണ്ടേഷൻ മറ്റു കാര്യങ്ങൾ നൽകിയിട്ടില്ല എന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ സമാനമായ രീതിയിലുള്ള പരാതി ഉയർത്തിയ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവഗണനയും അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധയില്ലായ്മയുമാണ് ഇത്തരം ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ വകുപ്പ് മന്ത്രിക്കടക്കം നാട്ടുകാർ നൽകിയിരുന്നെങ്കിലും അതെല്ലാം തന്നെ പ്രൊജക്ട് ഡയറക്ടർക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് നടപടി ഉണ്ടാകാത്തത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആരോപണം. പക്ഷേ ഇത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധന കഴിഞ്ഞാൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ വളരെ ശാസ്ത്രീയമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. എങ്കിൽ പോലും നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. UDF ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടിയിലേക്ക് കടക്കാനുള്ള ആലോചന UDF-നുമുണ്ട്. അവർ പറയുന്നത് ഈ നാളത്തെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്ത് തുടർ നടപടിയാണ് ഈ ദേശീയപാത അതോറിറ്റി ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നത് എന്ന് നോക്കട്ടെ. അതിനുശേഷം മറ്റുള്ള സമര പരിപാടികളെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മഴ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മഴ കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അപകടത്തിലേക്ക് ഇത് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്.